ഹലോ. അപ്പോൾ ഇന്ന് ഒരു പരിപാടിയുണ്ട്. പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ കാണാൻ പോവാണ്. ഈ ആളെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ചായി. യൂട്യൂബിൽ വന്നതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു സൗഹൃദമാണ്. പക്ഷെ ആളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. വളരെ എത്തിക്സോടെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ പലരും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇദ്ദേഹം സുപരിചിതമായിരിക്കും. ഏതായാലും ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരു പ്രത്യേക അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് പോയി കാണുകയാണ്. അപ്പോൾ പോയി കാണുന്ന സാധനം കാണാം. അപ്പോൾ ആരാണ് ആളെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിർത്തി കമൻറ്റ് ചെയ്യുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം ആളാ. തനിക്കാരാണെന്ന് താൻ അറിയില്ലെങ്കിൽ താൻ എൻ്റെ കൂടെ കാണുക. അപ്പോൾ തനിക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ കാണാൻ പോകുന്ന ആളാരാണ്. ഓക്കെ, അപ്പോൾ ആളെ കാണാൻ ജസ്റ്റ് നമ്മൾ ട്രിവാൻഡ്രം വരെ പോകേണ്ടി വരും. പോയി നമുക്ക് പുള്ളീനെ കണ്ടിട്ട് എന്താണ് പുള്ളിയുടെ സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് വരാം. അപ്പോൾ വാ. ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബർ. യെസ്. എങ്ങനെ സാറേ യൂട്യൂബും പരിപാടികളൊക്കെ? യൂട്യൂബ് പരിപാടി കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ഞാൻ വീഡിയോ ചെയ്ത് കണ്ടല്ലോ, കാരണം നമ്മുടെ ഫസ്റ്റ് റവന്യൂ വന്നു. പക്ഷെ അതിനുശേഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. കുറേ തിരക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു മരണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെന്റലി ഒക്കെ ആയിട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് റിയാക്ഷൻ വീഡിയോ മേഖല? റിയാക്ഷൻ വീഡിയോ മേഖല എന്ന് പറയാൻ പറ്റില്ല, കുറ്റം പറിച്ച മേഖല എന്നല്ലേ പറയാൻ പറ്റില്ല. ഇല്ല, മാന്യമായിട്ട് ആൾക്കാർ തെറി വിളിക്കാത്ത അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബറിലാണ് നിങ്ങളാ. ഞാനൊക്കെ കഴിക്കുന്ന തെറിക്ക് കയ്യും കണക്കില്ല. അതിന് കാരണം എന്താ പറയുക, നമ്മൾ ആരെയും പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ ചെയ്യുന്നൊന്നുമല്ല, ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കാര്യത്തെ പറയാം. അതല്ലാണ്ട് തീർച്ചയായിട്ടും ഭാഷ മാത്രമല്ല, ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ട് സംസാരിക്കാതെ അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായിട്ട് സംസാരിക്കാതെ അവർ ചെയ്ത പ്രവൃത്തി, ആ പ്രവൃത്തിയെ കുറിച്ച് മാത്രം നമുക്ക് വിമർശിക്കാം. അതാണ്. പക്ഷെ അങ്ങനെ ഇപ്പോൾ വ്യൂസ് ഒരു പ്രശ്നമല്ലേ? നമ്മൾ വ്യൂസിന് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ അതൊരു പ്രശ്നം തന്നെ. മെജോറിറ്റി ആളുകളും എന്നെ സംബന്ധിച്ച് ഞാൻ വ്യൂസിലുപരി നമുക്ക് പറയാനുള്ള കാര്യം പറയാനുള്ളതും ആണ് ഞാൻ നോക്കുന്നത്. പിന്നെ വ്യൂസ് ഒരു സൈഡിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അല്ലാതെ പറയുന്നില്ല. പക്ഷെ അത് ചെയ്യാം. അത് അങ്ങനെ എടുക്കുമ്പോഴും നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് നേടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാനത് ഒരിക്കലും ഒരു വാക്ക് പോലും മോശമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാതെ. പിന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. യൂട്യൂബ് റവന്യൂ 1 ലക്ഷങ്ങളാണ് വന്നത്. പൊതുവെ യൂട്യൂബർമാരെ കുറിച്ച് ലക്ഷങ്ങളാണ് പറയപ്പെടുന്നത്. 6 മാസം ശരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 1 വർഷം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഡിസംബർ ആയപ്പോൾ 1 വർഷമായി. ഈ 1 വർഷത്തിൽ ഒരു 6 മാസത്തോളം വെറുതെ വല്ലപ്പോഴൊക്കെ വീഡിയോ ഇട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഈ കഴിഞ്ഞ 6 മാസം കൊണ്ടാണ്, അതിൽ കഴിഞ്ഞ മാസം വരെ നവംബർ ഡിസംബർ ഒരു മിഡ് വരെയൊക്കെ കണ്ടിന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ചെറിയ ഗ്യാപ്പ് വന്നിരിക്കും. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ മടിയല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. അസോസിയേഷൻ്റെ ഒരു ടൂർണമെന്റ്, പിന്നെ ഈ മരണം ഒക്കെ വന്നപ്പോൾ ഒരു മൊത്തത്തിലൊരു ബ്രേക്ക് വേണ്ടി വന്നു. എന്തായാലും ഈ ഒരാഴ്ചക്കുള്ളിൽ സെറ്റാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പറഞ്ഞു വന്ന ഇതാണ്, ആ 6 മാസത്തെ എഫേർട്ടാണ് ചെറിയൊരു എമൗണ്ട് അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പോൾ 6 മാസം പണിയെടുത്തുകൊണ്ടാണ്. എന്നാൽ ലക്ഷങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അത്രയും സബ്സ്ക്രൈബേഴ്സും അത്രയും വ്യൂസൊക്കെ ഉള്ള ആൾക്കാർ, യൂട്യൂബ് മാത്രമാണ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു ദിവസം തന്നെ 5, 6, 7 വീഡിയോസ് ഇടുന്ന ആൾക്കാർ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലക്ഷങ്ങൾ. നമ്മൾ ചിലപ്പം സമയം കിട്ടിയാൽ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കും, അത് എഡിറ്റ്. ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനൊന്നും മടി, സത്യം പറയാമല്ലോ. വീഡിയോ എടുക്കാൻ 1/2 മണിക്കൂർ മതി, പക്ഷെ എഡിറ്റ് ചെയ്യാൻ 2 മണിക്കൂർ വേണം. ഈ 2 മണിക്കൂർ ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് തോന്നുന്നു മനുബ്രോ തന്നെ എന്നെ പല തിരുത്തലും വരുന്നുണ്ട്. അത് ഉറങ്ങിപ്പോയിട്ട് ചെയ്യുന്നതാണെന്നാണ് വോയിസ് കയറി വരുന്നതും അങ്ങനെ കുറേ സംഭവം അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. അത് പിന്നെ എനിക്കറിയില്ല, നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ സത്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ആരും തിരിച്ചിങ്ങോട്ട് ഇത്തരം സംഭവങ്ങൾ തെറ്റുകൾ കാണുമ്പോഴും കണ്ണടച്ചിങ് വിടുന്നത്. അപ്പോൾ ഈ എഡിറ്റിങ്ങിനാണ് എനിക്ക് ഏറ്റവും മടിയും ഒരുപാട് സമയം വേണ്ടി വരുന്നതും. ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടാണ് എഡിറ്റിംഗ് പഠിക്കുന്നത്, ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം, അല്ലാണ്ട് മടിയല്ല. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വ്യൂസ് ഉള്ളവർക്ക് പേയ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും, സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് പേയ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്ത് പറഞ്ഞും വ്യൂസ് കൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പറയേണ്ട കാര്യം മാത്രം പറയുക, ഭാഷ ശ്രദ്ധിക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ നല്ലൊരു മേഖല തന്നെയാണ്. ഫുൾ ടൈമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല തന്നെയാണ്. ഇതെന്ന് പറയാൻ പറ്റില്ല.
ഒരു ദിവസം നമ്മൾ കാണാറുണ്ട് റിയാക്ഷൻ വ്ളോഗേഴ്സ് തന്നെ 5, 6, 7, 8 എവിടെ എന്ത് വിഷയമാണെന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരും ഉണ്ട്, വാർത്താ ചാനൽ പോലെ. ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറുന്നുണ്ട്. അങ്ങനെ ചെയ്യാനുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല ഒരു വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ആഴ്ച ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, മാസത്തിൽ ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ വേണേൽ നമുക്ക് എങ്ങനെയാണോ നമുക്ക് കാശ് വേണ്ടത് ആ ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. എല്ലാം പ്ലാനിങ്ങിന്റെ ഭാഗം അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും പ്രയാസമുള്ളൊരു സാധനമാണ് ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. ഏറ്റവും പ്രയാസം, ഏറ്റവും തല്ലിട്ട സാധ്യത. അത് എല്ലാരും പറയും നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങ് ചെയ്തുകൂടെ, അങ്ങ് വെല്ലവന്റെ കണ്ടന്റ് എടുത്താൽ പറയുന്നത് ഇത് തപ്പി പിടിച്ച് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കൊടുക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഞാൻ ലൈക്ക് സിസ്റ്റർ പോലെ കണ്ടിരുന്ന ഒരു ചേച്ചി, അവരുമായിട്ട് ഞാൻ ശരിക്കും ഇപ്പൊ മിണ്ടുന്നില്ല ഈ ഒരു ഒറ്റ കാരണം കൊണ്ട്. കാരണം ഒരു ദിവസം നമ്മൾ എന്താ പറയുക, നേരിട്ട് പറയാതെ പുറകെന്ന് പറയുന്നത് കേട്ടില്ലേ, അങ്ങനെ ഒരു ഡയലോഗ് ഫേസ്ബുക്കിൽ ഒരു കമന്റിലും, അതായത് ഇവരെ ആരോ എന്തോ മോശമായിട്ട് സംസാരിച്ചു. ഞാൻ അവർക്കിട്ടൊരു കമന്റ് പറഞ്ഞപ്പോ ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. ശരിക്കും എന്റെ എന്താ പറയാ എന്റെ വിവരദോഷത്ത് പറയാം, ഞാൻ അവരെ സംസാരിക്കാൻ വേണ്ട കാര്യമില്ല. പക്ഷെ അവരെ ഇങ്ങനെ സംസാരിച്ച മോശം എന്തോ ഒരു കളിയാക്കി എന്തോ പറഞ്ഞപ്പോ ഞാൻ അവിടെ കയറി തമാശ ഒരുപാട് ഞാൻ സംസാരിച്ചപ്പോ ഇവരവിടെ കയറി എനിക്കെതിരെ സംസാരിച്ചു. ഞാൻ ആരെയാണോ സപ്പോർട്ട് ചെയ്തത് അവരെനിക്കെതിരെ നമ്മളവിടെ കുറ്റം പറയുന്നത് കാശുണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ ഞെട്ടിപ്പോയി. ഇവര് അതും നമ്മുടെ വീഡിയോ കണ്ടാണ് ഈ പറയുന്നത്, കണ്ടിലേക്ക് പറയില്ലല്ലോ. ഞാനപ്പോ തന്നെ ചെയ്തു, ആ ബന്ധമേ റിമൂവ് ചെയ്തു. കാര്യം നമുക്ക് അത്തരം കോണ്ടാക്ട്സ് വേണ്ടെന്ന് വെച്ചു. നമ്മൾ എന്താ ചെയ്യുന്നു എന്നുള്ളത് കാര്യം നമുക്കറിയാം. കുറ്റം പറയുന്നു, കുറ്റം ചെയ്യുന്നുണ്ടാണല്ലോ പറയുന്നത്. ചുമ്മാ ഒരാളെ പോയി കുറ്റം പറയുമോ? ഒന്നുമില്ല. പക്ഷേ ഞാൻ റിയാക്ഷൻ വീഡിയോ കാണുന്ന വെച്ചാൽ നമ്മളിപ്പോ ഒരുപാട് വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ഒരുപാട് മോശപ്പെട്ട കമന്റുകൾ കാണാറുണ്ട്. ഈ കമന്റുകൾ എഴുതിയിരുന്നതിന് പകരം വീഡിയോ ആയിട്ട് പറയുന്നു. അതിലുപരി പണ്ടേ പ്രതികരണശേഷി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തും സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ കാണുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂനെ കുറിച്ചാണെങ്കിലും സംസാരിക്കാറുണ്ട്. അപ്പം പിന്നെ അത് എന്തുകൊണ്ടൊരു വീഡിയോ ആക്കി അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു ചാനൽ തുടങ്ങി അങ്ങനെ ചെയ്യൂടെ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇതിന് മുൻപുണ്ടായിരുന്ന ചാനൽ എന്ന് പറയുന്നത് കഥ പറയുന്ന ചാനൽ. ആർക്കും വേണ്ടായിരുന്നു സത്യം പറയും. കുട്ടികളുടെ സ്റ്റോറി പറയുന്ന ചാനൽ. ഞാൻ തന്നെ 5 മിനിറ്റ് 10 മിനിറ്റുള്ള കഥ പഠിച്ചിട്ട് അത് എഡിറ്റിംഗ് പോലും ഇല്ല. ഒരു കഥ പറഞ്ഞു കഴിഞ്ഞൊരു 10 മിനിറ്റ് കഥയാണെങ്കിൽ ഒരു 9 മിനിറ്റ് ആ എന്തെങ്കിലും മിസ്റ്റേക്ക് വരും. അന്ന് എഡിറ്റിംഗ് അറിയാത്തത് കൊണ്ട് ഈ 9 മിനിറ്റ് പറഞ്ഞ കാര്യം എടുത്ത് കളഞ്ഞിട്ട് ചെയ്യും, ഒന്നേന്ന് എടുക്കും. അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ടങ് ട്വിസ്റ്റ് ചെയ്യും, വീണ്ടും ഒന്ന് നിൽക്കും. 3-4 ടേക്ക് പോയിട്ടായിരിക്കും ഒരു കഥ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കൂടി വന്നൊരു 10 പേര് കണ്ടാലായി. അല്ല, ഇതേ കാണത്തുള്ളൂ. ഞാൻ ശരിക്കും റിയാക്ഷൻ ചാനലായിട്ട് ഉറപ്പായിട്ടും ഞാനും അങ്ങനെയല്ല. ഈ ഡേവ് സ്റ്റോക്സ് മാത്രമാണ് ഇങ്ങനെ വന്നത്. അതിന് മുന്നേ ഒരു ചാനലുള്ളത് സ്റ്റോറിക്ക് വേണ്ടി മാത്രമുള്ള ചാനലായിരുന്നു. പിന്നെ ഞാൻ കുട്ടികളെ കൊണ്ട് തന്നെ കഥ പറയിച്ചിട്ട് അപ്ലോഡ് ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും ആർക്കും വേണ്ട. കാരണം കുട്ടികളുടെ കഥകൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മൊബൈല് അച്ഛമ്മമാര് കുട്ടികൾക്ക് കൊടുത്താലല്ലേ അവർ കാണത്തുള്ളൂ. അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് ശരി ആ ചാനൽ ഞാൻ നിർത്തി. അതിനുശേഷം പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ആലോചിച്ചുകൂടാ. അത് പിന്നെ റിയാക്ഷൻ വീഡിയോ എന്ന് മാത്രമല്ല, എനിക്ക് എന്താണ് ഇടാൻ പറ്റുന്നത്. അത് ഞാൻ എവിടെയും പോവുകയാണെങ്കിൽ ഏതൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അതിന്റെ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ എടുത്ത് അത് ഇടാം എന്നൊക്കെ അങ്ങനെ പല രീതിയിൽ പ്ലാനിങ് വെച്ചാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പൊ തന്നെ ഞാൻ ഗാന്ധിഭവനിൽ പോയിട്ട് ഞാൻ എനിക്ക് പറഞ്ഞിട്ടായിരുന്നു, ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടായിരുന്നു അടുത്ത ദിവസം ഒരു യാത്ര ഉണ്ടെന്ന്. പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. 25-ാം തീയതി പോയതാണ്. ഇതുവരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും അത്ര എളുപ്പമല്ല, ഒന്നും എളുപ്പമല്ല. അല്ല, എല്ലാം പാടാണ്. ഫാമിലി ബ്ലോഗ്സും പാടാണ്. പക്ഷേ ഫാമിലി ബ്ലോഗ്സ് ആണ് തമ്മിൽ ഏറ്റവും എളുപ്പം. ഇതുപോലെ പിടിച്ച് വായിച്ചോന്ന് പറഞ്ഞാൽ ഫാമിലി ബ്ലോഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോ എന്റെ ഫാമിലി ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് ഞാൻ വെറുതെ തമാശ പറഞ്ഞ ഒരു വീഡിയോ എടുത്തിട്ടാൽ മതി, ഫാമിലി ബ്ലോഗായി. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് പഠിച്ച് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കി. കാരണം നമ്മൾ തമ്മിൽ നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഒരു വീഡിയോയിൽ അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള സമയം വേണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ വെക്കേണ്ട വീഡിയോസ് വെക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റർ വെക്കണം, അത് എഡിറ്റ് ചെയ്യണം. ഇതെല്ലാം ടൈം എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണിയുണ്ട്. വെറുതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറ്റം പറയുന്നവർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ജോലി എടുത്ത് തന്നെയാണ് ഇവിടെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേടുന്നുണ്ടെങ്കിൽ നേടുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് പറയാമോ. ഇനി മറ്റേ അവിടെ ഇവിടെ ഇല്ലാത്ത ഉത്തരം പറയരുത്, അങ്ങനത്തെ ഒരു ചോദ്യം കൂടെ ചെയ്യാം. പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർ ആരാ? അത് മലയാളം വേണമെന്നില്ല, മലയാളം പറയുമ്പോൾ സീരിയസ്ലി ഞാൻ അങ്ങനെ ആരുടെയും വീഡിയോസ് നിർബന്ധമായിട്ട് കാണാറില്ല. ഞാൻ അങ്ങനെ കണ്ടിരുന്നൊരു വീഡിയോ ഞാൻ ശരിക്കും റിയാക്ഷനുള്ള വീഡിയോയിലേക്ക് വരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സായിയുടെ വീഡിയോസ് കണ്ടിട്ടാണ്. സായിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിച്ച് വരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ സായിയുടെ വീഡിയോ അങ്ങനെ എപ്പോഴും കാണാറില്ല, വല്ലപ്പോഴും അങ്ങനെ കാണാറുള്ളൂ. അങ്ങനെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയാൻ
ആരുമില്ല. അങ്ങനെ പറയേണ്ടി വരും. ഞാൻ പോലും എനിക്ക് ഫേവറേറ്റ് അല്ല, തുറന്നു പറയാമല്ലോ. എല്ലാവരും ഒരുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് എത്തിക്കലി അല്ലെങ്കിൽ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വളരെ കുറച്ച് പേരുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആരെയും വിഷമിപ്പിക്കാതെ. അതിൽ അങ്ങനത്തെ ഒരു നല്ല ചാനലാണ് ഈ മാസ്റ്റർ മൈൻഡ് വരും. ഞാനതൊരിക്കലും പറയത്തില്ല, കാര്യം കൂടെ എത്തി പോയിരുന്നത് ശരിയല്ലല്ലോ. പക്ഷെ തുറന്നു പറയാം, മനുബ്രോയുടെ ചാനലില് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും മനുബ്രോയുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ അത്യാവശ്യം ചീത്തവിളിയൊക്കെ മേടിക്കുന്നത്, കാരണം ഞാൻ അത്യാവശ്യം ട്രോൾ ചെയ്യുന്നൊരു സ്റ്റൈലിലോട്ടാണ് പോകുന്നത്. അല്ല, ഞാൻ കമന്റ് നോക്കി ചിലപ്പം എടുക്കാറുണ്ട്, പക്ഷെ അതുപോലെ സംസാരിക്കാറുണ്ടെന്ന് മാത്രം. ഞാൻ എല്ലാം ഒരു കമന്റ് കിട്ടിയിട്ട് ഞാനത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് സംസാരിക്കുന്നത്. അതുപോലെ കോപ്പി ചെയ്യാറില്ല. പക്ഷെ കോപ്പി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അതിൽ നിന്ന് പറയുന്നില്ല. ഒരേപോലെ കണ്ടന്റ് ആയിക്കോട്ടെ, തമ്പനയിലായിക്കോട്ടെ, അത് വരെ കോപ്പി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എന്റെ വീഡിയോ ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുള്ള, അതാണ് ഞാൻ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ വെക്കുന്ന ആൾക്കാരുണ്ട്. കോപ്പി അടിക്കാം നമുക്ക്, പക്ഷേ കോപ്പി അടിക്കുന്നതിനകത്ത് ഒരു എത്തിക്സ് വേണം. അതെ, തീർച്ചയായിട്ടും. ഞാൻ വിത്ത് പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്റെ ചാനലിനകത്ത് കിടപ്പുണ്ട്. പറഞ്ഞു വന്നത് ഇതൊക്കെയാണ്. ഫേവറേറ്റ് ചാനൽ അങ്ങനെ ഇല്ല, സത്യം. ഞാനത് എന്താ ആളെ നിർത്തിക്കൊണ്ട് പറയുന്നില്ല. എനിക്ക് അവനെ ആളുടെ പേര് പറയാം, ഞാൻ പറയത്തില്ല. അത് ഫേവറേറ്റ് അല്ലെന്നല്ല ഞാൻ പറയാം. ആ ചാനൽ നല്ലൊരു ചാനലാണ്, പക്ഷെ എന്റെ ഫേവറേറ്റ് അല്ല. അങ്ങനെ ചാനൽ വന്നിട്ടില്ല. എന്റെ ഏറ്റവും ഫേവറേറ്റ് മദൻ ഗൗരി, തമിഴില്. ഓക്കെ, പുള്ളിനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് തമിഴ് ചാനൽ കണ്ടിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് സംഭവം. ഇത് ദേവ് ടോക്സ് എന്ന ചാനലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നതും ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ബോക്സ് വഴിയുള്ള ബന്ധത്തിലാണ് നേരിട്ട് വരെ വന്ന് നിൽക്കുന്നത്. അപ്പൊ കണ്ടിട്ടില്ലാത്തവര് അദ്ദേഹത്തിന്റെ വീഡിയോ കാണുക, ഞാൻ കൊടുത്തേക്കാം, ഫോളോ പഠിക്കാം. ശരിക്കും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും വളരെ കുറവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു ഈ സപ്പോർട്ട് ചെയ്യാൻ, എന്താ പറയാന്, വീഡിയോസിനെ കുറിച്ച് ഷെയർ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നെങ്കിൽ പോലും അവിടെ ഒരു പണി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. പ്രതീക്ഷയോട് തന്നെ നമ്മൾ ചെയ്യണം. പക്ഷെ ഇപ്പം മനുബ്രോ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു ഈ ചാനൽ വെച്ചായിട്ട്, അപ്പം അവരെക്കുറിച്ച് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പല വീഡിയോകളിൽ ഞാൻ സംസാരിച്ചുള്ള കാര്യമാണ്. മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്ന വളരെ ചുരുക്കം ചില യൂട്യൂബേഴ്സ് ഒരു ഫാമിലിയാണ് അവർ. ഈ ചാനൽ റബിൻ ആൻഡ് ബിനിഷ രണ്ടുപേരും ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്. അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നിന്നത്. ആ ഒരു മെന്റാലിറ്റിയാണ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും കോൺടാക്ട് കിട്ടുകയാണെങ്കിൽ അവരൊപ്പം എന്നെ വിളിക്കും. ബ്രോ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട്. അവരുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും ആരെങ്കിലും കയറി ചൊറിയാൻ പോകുമ്പോൾ ബ്രോ ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ എടുക്കേണ്ടതാണ്, ഞാൻ എടുക്കാറുണ്ട്. എടുക്കേണ്ട ബ്രോ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഞാൻ തള്ളി കളയാറുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ മനുബ്രോയെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് സംസാരിക്കാറുണ്ട്. കോൺഫറൻസ് ആണെങ്കിൽ സംസാരിക്കാൻ മനുബ്രോ എടുക്കുന്ന കോണ്ടന്റ് എല്ലാം ഞാൻ എടുക്കാറില്ല, അത് വേറെ കാര്യം. അത് മനുബ്രോ ഞാൻ എടുക്കുന്ന കോണ്ടന്റ് മോശമായതല്ല. ഞാൻ പറഞ്ഞില്ലേ, ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. ഇപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ, അത് ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ ഒക്കെ ഞാൻ ചെയ്യും. അതിലപ്പുറം എടുക്കുമ്പോൾ എനിക്ക് സ്വയം തോന്നുന്നു വേണ്ട, വിട്ട് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ പിന്നെ വിട്ടുകളയും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അത് ഒറ്റ കാര്യമുള്ളൂ, യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും പണിയെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. കഷ്ടപ്പാട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കഷ്ടപ്പാടുള്ള സമയമാണ്, നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമുക്ക് വ്യൂസായിട്ട് പ്രേക്ഷകർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നവരുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. പിന്നെ ഞാനിതുവരെ എൻ്റെ ചാനലിനകത്ത് ഈ പറയുന്ന സംഭവം പറഞ്ഞിട്ടില്ല, ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യൂ. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ അല്ല കേട്ടോ, ഇദ്ദേഹത്തിന്റെ ചാനൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കാണുക. മനുബ്രോയുടെ ഇതിപ്പോൾ ഞാൻ സുന്ദരനാണ്, നീ സുന്ദരനാണ് എന്ന് പറഞ്ഞ പോലെ എന്നാലും മനുബ്രോയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ നല്ല നല്ല വീഡിയോസ് കാണാം. ഈ പറയുന്ന ബേസിക്കലി സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഒരു റോസ്റ്റിംഗ് സ്റ്റൈലാണ് പോകുന്നത്. ഇദ്ദേഹത്തിന്റെ വീഡിയോ പക്ക കണ്ടന്റ് ബേസ്ഡ് ആണ്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള സാധനമാണെന്ന്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കി വിലയിരുത്തുക. ഏതായാലും രണ്ടും ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്തോ. വെറുതെ കാണാൻ നഷ്ടമൊന്നുമില്ല, ഒരു 5-10 മിനിറ്റ് കേസേ ഉള്ളൂ. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പൊ മനുബ്രോ ഇന്ന് വന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എനിക്കൊന്ന് ഇന്നലെ വിളിച്ച് ജസ്റ്റ് പറഞ്ഞു, പക്ഷെ വരുമെന്ന് വിചാരിച്ചില്ല. കാരണം 4 മണിയായിട്ടും ഞാൻ ആളെ കണ്ടില്ല. ഒരു 4:15 ആളെത്തി. സോ ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ച് ഇരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തിട്ടില്ല, പുറത്ത് പോയിട്ട് മേടിച്ചു. പുറത്ത് പോയിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് വീണ്ടും എവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. ഈ ആഴ്ച ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കി നോക്കാം. അപ്പോൾ പെട്ടെന്ന് അടിച്ചു തരുക ഉറപ്പായിട്ടും. അപ്പോൾ ബൈ.